എടാ എടാ നേരെ ഓടിക്കടാ, നേരെ ഓടിക്ക്, എന്റെ കാർ ഇപ്പൊ നാശാവും, നീ ഇന്ന് നേരെ ഓടിക്ക്. എന്താണ് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധയില്ല, എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അയ്യോ എന്നെ അമ്മ ഫുഡ് കഴിക്കാന്ന് വിളിക്കുന്ന. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഗെയിം കളിക്കാൻ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഫുഡ് ഒന്ന് എടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇപ്പൊ വരെ. ഓക്കെ പോവല്ലേ, നീങ്ങും പോവല്ലേ, ഞാൻ എന്താ ഫുഡ് കഴിച്ചിട്ട് വരാം, നമുക്ക് ഒന്നിച്ച് സെറ്റ് ആക്കാട്ടോ. ഓക്കെ യെസ്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന പരിപാടി. ടി വി കാണുക, ഗെയിം കളിക്കുക, അതിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പരിപാടി. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മിസ് വന്നിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. സോ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കാൽ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ടായിരുന്നില്ലടാ. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് മിസ് വന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി, നമ്മുടെ കലാപരിപാടി പെട്ടത് അതൊക്കെ. അപ്പൊ അതെന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് പറയാം. ആദ്യം തന്നെ ഫസ്റ്റ് നമുക്കറിയാം, നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത്, അല്ലേ, നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. അതേപോലെ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല പല ഫുഡുകൾ ട്രൈ ചെയ്യുന്ന ആളുകളാണ്, അല്ലേ. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം ചോദിച്ചാൽ ഞങ്ങൾ പറയും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നോക്കട്ടെ. ബർഗർ ഉണ്ടാവും, പിസ്സ ഉണ്ടാവും, സാൻഡ്വിച്ച് ഉണ്ടാവും, അത് ഇത് ഷവർമ്മ, മന്തി ഒക്കെ പറയും. എന്നാൽ കഞ്ഞി പറയുന്നതോ അല്ലെങ്കിൽ സദ്യ പറയുന്നതോ കൂട്ടാനും ചോറും പറയുന്നവർ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ മാറി. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ മാറി, അല്ലേ. ഇപ്പൊ ഈ കുട്ടിയൊക്കെ വെച്ചതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് ഫുഡിനോടൊക്കെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് താല്പര്യം വന്നു, ഇൻട്രസ്റ്റ് വന്നു. പണ്ടത്തെ കാലത്ത് നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഇപ്രാവശ്യം ഫുഡ് സ്റ്റൈലുകളിൽ ഇപ്പൊ മാറ്റം സംഭവിച്ചു. അപ്പൊ ശരിക്കും ഇത് നല്ലതാണോ, ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? ഡെയിലി ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, സാൻഡ്വിച്ചും ബർഗറും പിസയും ഷവർമയൊക്കെ തന്നെ എല്ലാ ആഴ്ചയും കഴിക്കുകയാണെന്ന് വിചാരിച്ചോ, ആ കുട്ടിയുടെ ബോഡി നല്ല ഹെൽത്തി ആവൂടാ? ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും അത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണെന്ന് പറയാൻ പറ്റും, അല്ലേ. അപ്പൊ എന്തൊക്കെയാ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് നോക്കിയാലോ. മെയിൻ സാധനം എന്താണെന്നറിയോ, നമ്മൾ ഈ സാധനങ്ങൾ കഴിക്കുന്നതോ പോട്ടെ, എന്നാൽ അതിൻ്റെ ഒപ്പം കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അത് നമ്മൾ ജന്മം ചെയ്താൽ കഴിക്കൂല. ആരെങ്കിലും കഴിക്കുമെങ്കിൽ ഇഷ്ടമാണോ അത്? പകുതി ആൾക്കാരും പറയും അത് കഴിക്കാൻ ഇഷ്ടമല്ല എന്ന്. പക്ഷേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ലീഫി ആയിട്ടുള്ളതും പൾസ്, അല്ലേ, നമ്മുടെ ധാന്യങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങള്, പഴവർഗ്ഗങ്ങള്, പച്ചക്കറിയൊക്കെ റെഡ്യൂസ് ചെയ്തു, അതിന്റെ അളവ് കുറഞ്ഞു. പകരം നമ്മൾ എന്ത് ചെയ്യും, ചിക്കൻ 65, ചിക്കൻ പൊരിച്ചത്, വറുത്തത് കഴിക്കും. അപ്പൊ ഈ പൊരിച്ചതും വറുത്തതും പോലെയുള്ള ഹൈ കൺസംഷൻ ഓഫ് ഫുഡ്, ഫ്രൈ ചെയ്ത ഫുഡ് ഐറ്റംസ് ആണ് ഏറ്റവും വലിയ സീന്. എണ്ണയെ പൊരിച്ച സാധനം കഴിച്ചാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കറിയായിട്ട് കഴിച്ചെന്നാലും വലിയ കുഴപ്പമില്ല പറയും. പക്ഷെ അതേ സമയത്ത് എണ്ണയിൽ ആക്കി കഴിഞ്ഞാൽ അത് ഫുള്ള് ഫാറ്റ് ആണ് മക്കളെ, അല്ലേ. സോ വറുത്തെടുത്ത ആഹാര സാധനങ്ങളുടെ ഉപയോഗം കൂടി. അതേപോലെ എക്സസ് യൂസ് ഓഫ് ഷുഗർ, സോൾട്ട്, ഓയിൽ, ഗീ, ഫാറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ പോയി കഴിക്കുന്ന മോസ്റ്റ്ലി എല്ലാ സാധനവും പ്രശ്നക്കാരാണ്. ലഡു, ജിലേബി, അതേപോലെ തന്നെ എന്താ പറയുക, മധുരമുള്ള ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാം അങ്ങ് കഴിക്കും. കിട്ടുന്ന എല്ലാം നന്നായിട്ട് കഴിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇച്ചിരി കഴിക്കാൻ കുഴപ്പമില്ല, കാരണം നിങ്ങൾ ചെറിയ പ്രായമാണ്, നിങ്ങൾ വളരുന്ന പ്രായമാണ്, സെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്നും ഇതായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും, അല്ലേ. സോ പഞ്ചസാര, ഉപ്പ്, എണ്ണ എന്നിവ, നെയ്യ്, കൊഴുപ്പിൻ്റെ ഒക്കെ അമിത ഉപയോഗം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ്. പിന്നെ ബേക്കറി ഐറ്റംസ് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയുക, പഫ്സും അതും ഇതൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നങ്ങൾ വരും. ഇതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ ഞാനാണ്. ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഇത്രയും എനിക്ക് പറയുമെങ്കിൽ പോലും എൻ്റെ ലൈഫിൽ നിന്ന് ഒപ്പിയെടുത്ത് പറയാൻ പറ്റും, ഞാൻ ഭയങ്കര ബേക്കറി തിന്നുന്ന ഒരാളായിരുന്നു. കാര്യം എന്താ വെച്ചാൽ മിസ് ചെറിയ പ്രായത്തിലേ, മിസ്സിൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നേ. അപ്പോൾ അമ്മ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തെങ്കിലും സാധനം എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും, എന്താ അമ്മ പ്രാവശ്യം എനിക്ക് കൊണ്ടുവന്നിരും. മീറ്റിംഗ് ആവുന്ന ദിവസത്തിന് ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം മീറ്റിംഗ് ആയ ദിവസം അമ്മ ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ വരാറുള്ളൂ. അപ്പോൾ എല്ലാ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അമ്മ എന്ത് ചെയ്യും, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുതരും. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബിസ്ക്കറ്റും അതും ഇതൊക്കെ കഴിച്ചാണ് ഞാൻ. അങ്ങനെ കഴിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുറവാണ്. കാരണം പെട്ടെന്ന് അസുഖം വരിക, പെട്ടെന്ന് പ്രശ്നങ്ങൾ വരിക, റെസിസ്റ്റൻസ് കുറവ്. അപ്പം നമുക്കെന്താ, നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളെങ്കിലും ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതുപോലെ കുക്കിംഗ് ഓയിൽ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. അപ്പം നമ്മുടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ അവർക്കല്ലേ. അപ്പം അവരെന്ത് ചെയ്യും, ഉള്ളത് തന്നെ വീണ്ടും അതിൽ തന്നെ വറുത്ത് തരും. അതും വലിയ പ്രശ്നമാണ്. അതുപോലെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ്. അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച കാര്യം, നമ്മളിങ്ങനെ ടി വി കണ്ടിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സിനിമ കാണുന്നതിൻ്റെ ഒപ്പം അമ്മ കഴിക്കും. അപ്പം ഇതിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കഴിക്കുന്ന സാധനത്തിലല്ല ശ്രദ്ധ. ഫുൾ എന്താ, ഒന്നുമില്ലെങ്കിൽ ടി വിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് അറിയാൻ പറ്റുമോടാ?
ഒന്നും അറിയാൻ പറ്റില്ല അല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം നമ്മൾ ഒരിക്കലും ഫുഡ് ഒരിക്കലും എന്ത് ചെയ്ത് ടി വിയുടെ മുമ്പെന്നോ മൊബൈൽ കണ്ടിട്ടോ യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സമയം എന്ത് ചെയ്യണം, ഇതുപോലെ ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. സോ ടി വി പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അശ്രദ്ധ, അമിത ഉപയോഗം, ദഹനക്കുറവ് അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മൈൻഡ്ലെസ്, ഓവർ കൺസംഷൻ, പുവർ ഡൈജഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ട് അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതുപോലെ ടി വിയും അതുപോലെയുള്ള സാധനങ്ങളും കണ്ടിട്ട് ഭക്ഷണവും കാര്യങ്ങളും കഴിക്കരുത്. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് ഹാബിറ്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ആക്കേണ്ടത്. ഇപ്പോൾ വാച്ചിങ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കരുത്. ആൻഡ് അതുപോലെ ആ സമയം എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കുക. എന്ത് രസമാണ്, മേശപ്പുറത്ത് എല്ലാവരും കൂടി ഇരുന്ന് നല്ല സംസാരമൊക്കെ സംസാരിച്ച് ഫുഡ് കഴിക്കുക പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പരിപാടിയല്ലേ. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ആക്കേണ്ടത്. സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ എന്നും കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. പൊണ്ണത്തടി, ദഹനപ്രശ്നം, ഡൈജഷൻ കറക്റ്റ് ആവുമോ, നമ്മളിങ്ങനെ അത് കാണും കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാൻ പോലും ചിലപ്പോൾ ചെയ്യില്ല. അതേപോലെ പൊണ്ണത്തടി, ഒബേസിറ്റി സംഭവിക്കും, ഡൈജഷൻ ഇഷ്യൂ സംഭവിക്കും, പ്രമേഹം, ഹൃദയം, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇഷ്യൂസസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് മെയിൻ കാര്യമാണ്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാട്ടോ, എന്തൊക്കെയാണ് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കുറേ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊരു ചെറിയ കാര്യം മാത്രമാണ്. അപ്പോൾ എങ്ങനെ അതൊക്കെ ഇപ്പോൾ പഠിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാച്ച് ഉള്ളത്, അതും റിവിഷൻ ബാച്ച് ഉള്ളത്. റിവിഷൻ ബാച്ച് ചെയ്താന്ന് അറിയില്ല നിങ്ങൾക്ക്, നമ്മുടെ വജ്ര ബാച്ച് അല്ലേ. വജ്ര ബാച്ചിൽ അടിപൊളിയായിട്ടുള്ള ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. ഇവിടെ പിള്ളേരൊക്കെ പഠിച്ച് സെറ്റായി കഴിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ ഇനി ലേറ്റ് ആക്കരുത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, 15% ഓഫിൽ കുറച്ച് പൈസയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒരുപാട് റിവിഷൻ ക്ലാസ്സുകളാണ്, എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റും പഠിക്കാം, ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ അടിപൊളിയായിട്ട് വരാം. നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. മെഡിക്കലായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ ബൈ.